ഷാബു സുൽത്താൻ ദുബായിൽ നിന്ന് ചേരുന്നു. ഷാബു, അവിടെ എന്താണ് ഷാബുവിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഒരു സാഹചര്യം? ഇപ്പം നേരത്തെ തന്നെ അവിടുന്ന് ദീപു എന്നൊരു പ്രേക്ഷകൻ വിളിച്ച് ആകാശത്ത് ചില പൊട്ടിത്തെറിയും പുകയൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷാബുവിന് കാണാൻ കഴിയുന്നുണ്ടോ? ആളുകൾ അതൊക്കെ കണ്ട ആശങ്ക ദുബൈയിൽ അൽ ഖുസൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. അൽ ഖുസൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതിന്റെ അടുത്താണ് ഇന്ന് രാവിലെ ഒരു ഡ്രോൺ അൽനാദ, എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് അൽനാദയിൽ ഒരു ഡ്രോൺ വീണു. അതിന്റെ ഡെബ്രിസ് വീണിട്ട് ആ പുകയൊക്കെ ഇപ്പോഴും നല്ലതുപോലെ നിപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരും കുറച്ച് ടെൻഷനാണ്. പക്ഷെ ലൈഫ് എങ്ങനെയാണ് അത് വീണ അവിടെ കിടന്ന പുകയാണ്? അത് വീണിട്ട് അവിടെ കുറച്ച് തീപിടുത്തമുണ്ടായി. ബിൽഡിങ്ങിന് തീപിടുത്തമുണ്ടായാൽ സാധാരണഗതിയിൽ അത് അണഞ്ഞ പുകയൊക്കെ ഒന്ന് മാറി വരാൻ കോൺക്രീറ്റിലും കമ്പിയിലും ഒക്കെ അല്ലേ ഇത് പിടിക്കുന്നത്. ഇതുണ്ടായി, എന്താണ്, കെട്ടിടങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി അല്ലേ? ഇത് വീണ്ടും കെട്ടിടങ്ങൾക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തം ഉണ്ടായിട്ട് പുകയും ഒക്കെ ആയിട്ട് പുക ഇപ്പോഴും പുകയുണ്ട്. ഇവിടെ അത്രയും ഒരു പുകപടലം കൊണ്ട് നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. പക്ഷെ ആളപായം ഒന്നും ഉള്ളതായിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ പരിക്കുകളാണ്. അത് ശരി. അപ്പം ഇത് നിങ്ങളിങ്ങനെ പരസ്പരം മലയാളികളൊക്കെ തമ്മിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് അവിടെ നിന്ന് പറയുന്നത്? എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ രാവിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. ലൈഫ് നോർമലാണ്. അവിടെ എല്ലാം ഒരുപാട് പേര് വരുന്നുണ്ട്. പർച്ചേസ് സെയിലെല്ലാം നടക്കുന്നുണ്ട്. ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ടെൻഷനാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇരുന്നാലും ഇവിടെ അടുത്തിപ്പോ എന്തോ ഒരു വലിയ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങളുടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട്, ഞാൻ താമസിക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അതിന് വല്ലാത്ത ഒരു കുലുക്കവും ഒരു കിടുക്കവും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. അതാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി എന്നെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ദീപു ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ വേറൊരു പ്രേക്ഷകൻ വിളിച്ചപ്പോൾ അതിന്റെ സൈഡിലൂടെ ഇത് പോകുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനം ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പ്ലെയിൻ നമ്മുടെ ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ അടുത്ത് ചെന്ന് നിന്ന് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്നതിനേക്കാൾ ഭയങ്കരമായ ശബ്ദമാണ് നമുക്ക് വീട്ടിനകത്ത് റൂമെല്ലാം അടച്ചിരിക്കുമ്പോൾ പോലും കേൾക്കാൻ പറ്റുന്നത്. ഭയങ്കര ഇരമ്പലാണ്. അത് നമുക്ക് അറിയാൻ പറ്റും അത് മിസൈലാണ് പോകുന്നതാണ്. അത് ശരി. ഓക്കെ. അതെ. പിന്നെ നേരത്തെ ഒരു സുഹൃത്ത്, ഇസ്രായേലിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വൈഫ് ഇസ്രായേലിലാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. എന്റെ കുടുംബമൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പൊ നമ്മളും അതേ കണക്കാണ്. ഇപ്പൊ അമേരിക്കയിൽ ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളുടെ ബന്ധുക്കളുണ്ട് എന്നതുകൊണ്ട് വേറൊരു രാജ്യം ചെയ്യുന്ന തെറ്റല്ലെന്നോ വേറൊരു രാജ്യം ചെയ്യുന്നത് ശരിയാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഈ ടെൻഷൻ തീരണം, അതാണ് നമുക്ക് വേണ്ടുന്നത്. അതെ, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. സമാധാനം പുനഃസ്ഥാപിക്കണം. അതില് ഇപ്പോ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു 2 ദിവസത്തിനകത്ത് ഇത് കെട്ടടങ്ങുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ അമേരിക്കയ്ക്ക് അവരുടെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞത് ആയത്തുള്ള ഖുമൈനിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു ചെറിയ ഒരു തർക്കത്തിലൂടെയൊക്കെ ഇതങ്ങ് തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഒരു സാഹചര്യം നിലവിലില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, വ്യക്തമാണ്. ഏതായാലും അവിടുന്ന് വിളിച്ച ആ ഒരു സമാധാനത്തിൻ്റെ ഒരു അല്പം ആശ്വാസം ആളുകൾക്ക് നൽകുന്ന വിവരങ്ങളാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ ചില പൊട്ടലും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും ആളുകൾ പൊതുവെ സുരക്ഷിതരാണ് എന്ന വിവരം അതൊരു ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ സാദിയ എന്നോടൊപ്പം തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. സാദിയ, ഓക്കെ. ഉമേഷ് കൂടി ദുബായിൽ നിന്ന് ചേരാണ്. ഉമേഷ്. അതെ, ഞാൻ വിളിച്ചത് ഈ നാട്ടിൽ ഭയങ്കര ഈ ഇറാനെതിരെ അമേരിക്ക ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പ്രശ്നം നിമരെന്തറിന്റെ പ്രശ്നം ചെയ്യുന്നത്. ഇവിടെ ദുബായിലെ പാവപ്പെട്ട ഒന്നും ചെയ്യാത്ത ആൾക്കാരെ ഇറാൻ അറ്റാക്കുന്നു. അതിനെതിരെ എന്താ ആരും ഒന്നും പറയാത്തത്? ഇവർ ഈ നാട്ടിൽ കിടന്നിട്ട് ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ആൾക്കാർ ഇവിടെ കുറച്ചെങ്കിലും ബുദ്ധി വയ്ക്കും. ഈ ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളുടെ വീടിന് അടുത്ത് വരെ ഇവിടെ ബോംബ് പൊട്ടുകയാണ്, ഇറാൻ പൊട്ടിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിക്കാതെ കേരളത്തിലുള്ളതിന് അറിഞ്ഞതിന് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. യുവന്മാർക്കൊക്കെ ആണല്ലോ ഈ നാട്ടിലെ ആൾക്കാർ വോട്ട് ജയിപ്പിക്കുന്നുള്ളതാണ് മനസ്സിലാത്തത്. അത് ഈ ശ്രീ ഉമേഷിന്റെ അടുത്ത് ആരാണ് കൂടെ ഉള്ളത്? ആരാണ്? എന്റെ വൈഫാണ്. അവർക്ക് കൂടി കൊടുക്കാം, അവർക്ക് എന്താ പ്രതികരിക്കാൻ? അവർക്ക് കൂടി ഫോൺ കൊടുക്കാം, അവർ പ്രതികരിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണോ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് പിള്ളേരുണ്ട്. എനിക്ക് അതിശയമാണ് തോന്നുന്നത്, കേരളത്തിൽ ഇത്രയും യോജിപ്പില്ലാത്ത ആൾക്കാർ വേറെ ഒരു നാഷണാലിറ്റിയിലും വേറെ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. അവിടെ എങ്ങനെയാണ് ശ്രീ ഉമേഷ് ഈ സ്ഫോടനം നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ അന്തരീക്ഷത്തിൽ കാണുമ്പോൾ? എനിക്ക് ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ UAE ഗവൺമെന്റ് ലീഡേഴ്സ് ആണ്. ഷെയ്ഖ് മുഹമ്മദ്, ഷെയ്ഖ് ഹംദാൻ, ഷെയ്ഖ് ഫസാദ്. നമുക്ക് ഒന്നിനും ഒരു പേടിയില്ല. നമുക്ക് ഇതുവരെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് കേരളത്തിലുള്ള ആൾക്കാര് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നോണ്ടാണ്.
സങ്കടം അതല്ല, നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് വിചാരിച്ചിട്ട് ഇറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഇറ്റ്സ് വെരി വെരി we really cannot pathetic. People are really uneducated, and I'm really surprised that the leaders are uneducated. That means we need to clear them off, and the younger generation should come in power. ഇത് ഇവിടെയുള്ള ഒരു ചെറിയ പ്രതിഷേധം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രതിഷേധങ്ങളൊക്കെ ഒരു അമേരിക്കൻ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി വരികയാണ്. പക്ഷേ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസം ഇറാൻ്റെ ആക്രമണമാണ് അല്ലേ? പക്ഷേ ഇറാൻ അതിനെ ന്യായീകരിക്കുന്നത് അവരുടെ അമേരിക്കൻ എയർബേസുകളെ ആക്രമിക്കുന്നതാണ്. പക്ഷേ ദുബൈയിൽ എന്താണ് അതിന്റെ കാരണം? ഇറാൻ എയർബേസ് ആണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർ ജനവാസ കേന്ദ്രത്തിൽ ഇത് വീണിരിക്കുന്നു. അതിനെന്തുകൊണ്ട് ഇവർ ഈ നാട്ടിലുള്ള എനിക്ക് മനസ്സിലാവുന്നത് എന്ത് വിധേയത്താണ് ഈ ഭയങ്കര അനുകൂല യാത്ര നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് രോഷം കൊണ്ടാണ് ഞാൻ വിളിച്ചത് ആക്ച്വലി. യെസ്, ഓക്കെ. ഏതായാലും താങ്കളുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. വളരെ നന്ദി അവിടുന്ന് അഭിപ്രായം പങ്കുവച്ചത്. ഇനി എനിക്ക് 2 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഡേവിഡ് വിജയ് പള്ളുരുത്തി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല. ശ്രീ ഡേവിഡ് വിജയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സമയമില്ലാത്തതുകൊണ്ടാണ്. നേരത്തെ സഹോദരനും പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. സൗദി അറേബ്യക്ക് ശല്യം ചെയ്യുന്ന ഹൂതികളെ വരെ ഊട്ടി വളർത്തിയവനാണ് ഈ ഖൊമൈനി. ഞാൻ അവന്റെ കൊള്ളരുതായ്മ ഈ 2 മിനിറ്റിൽ പറയാൻ പറ്റില്ല. എന്നിട്ട് കേരളത്തിൽ ആ സഹോദരന്റെ അടുത്തും സഹോദരിയുടെ അടുത്തും പറയണത് ഞങ്ങൾ നല്ല വിവരമുള്ളവർ ഇവിടെ കുറെ പേരുണ്ട്. ഏതാനും കുറച്ച് കൃമി കീടങ്ങൾ മാത്രമാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്. അവിടെ എന്നായാലും ഒരു ദിവസം ഒതുക്കാതെ രക്ഷയില്ല. കാരണം അങ്ങനത്തെ നിലയിലേക്കാണ് അതിന്റെ പോക്ക്. അണ്വായുധങ്ങൾ എന്നെയും അല്ലെ ന്യൂക്ലിയർ എന്നൊക്കെ സമ്മതിക്കുന്നു. ഒരു വിവരമില്ലാത്തവന്റെ ഇത്തരം ആയുധം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അവരാ ദുബായിലുള്ളവരുടെ പ്രതിഷേധം കണ്ടോ? കേരളത്തിലും കുറെ വിവരങ്ങൾ ഈവൻ കാശ്മീരിൽ കണ്ടില്ലേ? ഇതൊക്കെ സൂക്ഷിക്കേണ്ട. എന്നിട്ടാണ് അവിടെ ആർട്ടിക്കിൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.